യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 2 വാക്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നത്. ആ സന്ദേശമാണ് നമ്മൾ അല്പനേരം ധ്യാനിക്കുന്നത്. 57-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 18-19 വാക്യങ്ങളാണ് ധ്യാനിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ ദാസി ആ വചനം വായിച്ച് കേൾക്കും. അതിനകത്തു നിന്ന് നിങ്ങളോടുള്ള സന്ദേശം കർത്താവ് തരാൻ പോവാം. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. സർവശക്തനായ ദൈവം തന്നെ ജനത്തോട് സംസാരിക്കുന്ന 2 വചനങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ദൈവം തന്നെ ജനത്തോട് അങ്ങനെ സംസാരിക്കാനൊരു കാരണമുണ്ട്. അതിന് ആദ്യത്തെ പദം നോക്കി, ഞാൻ അവരുടെ വഴി കണ്ടിരിക്കുന്നു. അതിനർത്ഥം എന്തുവാ? അവരരുതാത്ത വഴികളിലൂടെ യാത്ര ചെയ്തത് ആര് കണ്ടു? ദൈവം കണ്ടു. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ 17-ാമത്തെ വാക്യം കൂടെ ദൈവദാസി ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. അവരുടെ അത്യാഗ്രഹത്തിന്റെ അകൃത്യം നിമിത്തം ഞാൻ കോപിച്ച് അവരെ അടിച്ചു. ഞാൻ കോപിച്ചു മുഖം മറച്ചു. അപ്പൊ ദൈവം പറയുകയാണ്, അവരുടെ അത്യാഗ്രഹത്തിന്റെ അകൃത്യം നിമിത്തം. നമുക്ക് അവിടെ തൊട്ട് തുടങ്ങാം. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പോടാ, ഒത്തിരി അത്യാഗ്രഹം പാടില്ലെന്ന് പറ. എന്തുവാ? നിങ്ങളാരും വേണ്ടൊന്നുമില്ല. ഈ ശുശ്രൂഷ വീട്ടിലൊക്കെ ഇരുന്ന് കാണുവാന്ന് പറയുന്നല്ലോ. ഒത്തിരി അത്യാഗ്രഹം പാടില്ല. ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മതിയെന്ന് വെക്കണം. ദൈവം തരുന്ന അനുഗ്രഹം ഒന്നും കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ചിലരങ്ങ് ഭയങ്കര അത്യാഗ്രഹികളുണ്ട്. എത്ര സമ്പാദിച്ചാലും തികയാത്തവരുണ്ട്. പിന്നെയും വേണം. ഞായറാഴ്ച യോഗം കൂടെ മുടക്കിയച്ച് ഓവർ ടൈം എടുത്ത് പോവുക. എന്തിനാ? അത്യാഗ്രഹം. അങ്ങനെ പാടില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മൾ ഒന്നുമില്ലാത്തവരായിട്ടായി ഭൂമിയിൽ വന്നത്. പോകുമ്പോഴോ പറ സ്തോത്രം. എത്ര മില്യനും എത്ര ബില്യനും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും പോകുന്ന സമയത്ത് ഒന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാരണം ഒന്നുമില്ലാത്തവരായിട്ട് വന്ന് ഇപ്പോൾ എനിക്ക് പറയാം, എനിക്ക് എറണാകുളത്ത് ഫ്ലാറ്റുണ്ട്. ഞാൻ കൊച്ചിയിലല്ലേ ഇപ്പോൾ പ്രസംഗിക്കുന്നത്. കൊച്ചി എനിക്ക് ഫ്ലാറ്റുണ്ട്, മരടി ഫ്ലാറ്റുണ്ട്. ചാവുമ്പോൾ ഇതെല്ലാം കൂടെ എന്ത് മിണ്ടുന്നില്ല. ചിലർ കോടിക്കണക്കിന് രൂപ ഇട്ടിട്ട് 1 പൈസയും ചെലവാക്കാത്ത ആൾക്കാരുണ്ട്. സ്തോത്രം. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. അത്യാഗ്രഹം പാടില്ല. ദൈവം അത് ആവശ്യത്തിന് തരും. നിങ്ങൾക്ക് എന്തുവാ? ആവശ്യത്തിന് തരും. സ്തോത്രം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ച്, അവരുടെ അകത്ത് അത്യാഗ്രഹം കയറി കഴിഞ്ഞപ്പോൾ ദൈവം അവരെ അടിച്ചു. ദൈവം അവരോട് കോപിച്ചു. ദൈവം മുഖം മറച്ചിരുന്നു.